ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ് ഇറാൻ. UAE തലസ്ഥാനമായ അബുദാബിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ ഒരാൾ മരിച്ചു. ഇതോടെ രാജ്യത്ത് മരണം 8 ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ UAEയുടെ വ്യോമപാത 1 മണിക്കൂർ അടച്ചിട്ടു. അബുദാബിയിലെ സിർബിനിയാസിലാണ് ദുരന്തമുണ്ടായത്. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചതെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതോടുകൂടി UAEയിലെ മരണം 8 മാറുകയാണ്. 2 സ്വദേശികൾ സൈനികർ, അതോടൊപ്പം തന്നെ 6 പ്രവാസികൾ, ഇങ്ങനെ 8 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 145ഓളം പേർക്കാണ് ഇന്നലെ വരെ പരിക്കേറ്റതായി റിപ്പോർട്ടുള്ളത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണ ശ്രമങ്ങളും ഒക്കെ ഉണ്ടായി. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അബുദാബിയിലെ തന്നെ ഷാ എണ്ണപ്പാടത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. UAEയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് അത്. ദിവസം ഏതാണ്ട് 70,000 ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയ്ക്ക് വിശാലമായിട്ടുള്ള എണ്ണപ്പാടമാണ്. അവിടെ തീപിടുത്തം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതോടൊപ്പം ദുബായിലെ തന്നെ വിമാനത്താവളത്തിന്റെ അടുത്ത് ഏതാണ്ട് എത്തിസലാത്ത് മെട്രോ സ്റ്റേഷന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ ശബ്ദം കേട്ടിരുന്നു. അത് മിസൈൽ ആക്രമണ സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. ആകാശത്ത് വെച്ച് ഇത്തരം ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധിച്ചതിന്റെ ശബ്ദമാണ് കേട്ടതെന്ന് ദുബായ് മീഡിയ ഓഫീസ് വിശദീകരിക്കുകയും ചെയ്തു. ഇതുപോലുള്ള ആക്രമണ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം UAEയിലെ വ്യോമപാത അടച്ചത്. പുലർച്ചെയാണ് വ്യോമപാത അടച്ചത്. അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി പിന്നീട് വ്യോമപാത തുറന്നുകൊടുക്കുകയും ഇപ്പോൾ വിമാന സർവീസുകൾ സാധാരണ നിലയിൽ നടത്തുന്നുണ്ടെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് UAEയിലെ സ്കൂളുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ് മറ്റൊരു അറിയിപ്പ് വന്നത്. ഇപ്പോൾ സ്കൂളുകൾക്ക് അവധിയാണ്, വെക്കേഷനാണ്. ഈ വെക്കേഷൻ 22-നൊക്കെ തീരും. എന്നാൽ വീണ്ടും അടുത്ത 2 ആഴ്ച കൂടി, പിന്നീടുള്ള 2 ആഴ്ച കൂടി ഓൺലൈൻ പഠനം മാത്രമായിരിക്കും സ്കൂളുകളിലും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ അനുവദിക്കുക എന്ന് അറിയിക്കുന്നുണ്ട് അധികൃതർ. ഇത്തരത്തിൽ ഒരു സംഘർഷവുമുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ജനജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമവും രാജ്യത്ത് നടക്കുകയാണ്.